എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ പഠിക്കണം. അതുപോലെ നല്ല ഗ്രൂപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യത്തിലും പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ഞാനൊരു കമ്പനി തുടങ്ങുകയാണ്, സന്തോഷ് പണ്ഡിറ്റ് സിനിമ എടുക്കുന്ന പോലെ എല്ലാം മൂപ്പരന്നെ എന്നുള്ള രീതിയിൽ ആക്ച്വലി ബിസിനസ്സിൽ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ ബിസിനസ് മേഖല നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റീറ്റെയിൽ ക്ലോത്തിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ ഏത് മേഖല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലേക്ക് നമ്മളൊരു സംരംഭവുമായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് പുതിയതാണ്, നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ മാത്രം കണ്ട ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് അല്ല. ലോകത്ത് മനുഷ്യന്മാരൊക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പല അവസരങ്ങളും മുൻപ് പലരും എക്സ്പ്ലോർ ചെയ്തതായിരിക്കും, അധികം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത്. ഇനി ഈവൻ സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മളൊരു കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയൊക്കെ കമ്പനികൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നമ്മൾ തന്നെ എല്ലാം കണ്ടെത്തിയിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് അസാധ്യമാണ്. ഒരിക്കലും ഒരു സൂപ്പർമാൻ ഒക്കെ പോലെ അതൊക്കെ സിനിമയിൽ മാത്രമേ നടക്കുള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് സൂപ്പർമാനുകൾ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു നല്ല ടീമാണ് നല്ല പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നല്ല അലയൻസുകൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക, അതായത് നല്ല ടീം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കുറവുകൾ നികത്താൻ കഴിയുന്ന വ്യക്തികളുമായിട്ട് ചേർന്നിട്ട് നല്ല പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ മാത്രമല്ല നമ്മളെ പ്രൊഡക്റ്റിനെ സക്സസ്ഫുൾ ആക്കുന്നത്, നല്ല പാർട്ട്നേഴ്സാണ്. ഇത് പറഞ്ഞത് ഈ സാഹചര്യത്തിൽ